ഇറങ്ങട്ടെ. രാവിലെ ഒരു മസാല ചായ അടിക്കാം. അച്ഛ ചായ ജിതി. അച്ഛ ചായ കൊള്ളാം. എങ്ങനെയാണ്? അച്ഛ 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 ചായ. നല്ല സാധനം കൊള്ളാം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഡേ 2 ഇൻ ഡൽഹി. രാവിലെ ഉണ്ട് കേട്ടോ. രാവിലെ ഉണ്ട്, ഫ്രഷായി, നല്ല ചിൽ വൈബില്, നല്ല തണുപ്പുണ്ട്, നല്ല കൂൾ ബ്രീസി. രാത്രി ഒരു 9 ഡിഗ്രി വരെ തണുപ്പ് പോയായിരുന്നു. ഇപ്പോൾ സമയം 8:15. നമ്മൾ വസന്ത് വിഹാറിൽ വന്നേക്കാണ്. ഒരു ചായ പിടിക്കാൻ ഇറങ്ങിയതാണ്. വസന്ത് വിഹാറിലെത്തി. ഇനി ഇവിടെ നിന്ന് നമ്മൾ അടുത്തൊരു സ്പോട്ടിലേക്ക് പയ്യെ പിടിക്കും. സമയം 1:15. ഇപ്പോഴാണ് ഫ്രീ ആയത്. കുത്തബ്മിനാറിന്റെ ചോട്ടിലെത്തിയിട്ടാണ്. 3 പാസ് എടുക്കണം. പാസ് ഒന്നിന് 35 രൂപ വെച്ച്. പാസ് എടുക്കണം. ബാഗ് കയറ്റാനുള്ള ബാഗ് കൊണ്ട് പുറത്ത് വെച്ച് ഇനിയിപ്പോ ക്യൂ നിൽക്കുക. നീണ്ട ക്യൂ ഇവിടുത്തെ അങ്ങനെ ഉണ്ട് കണ്ടത്. ചെറിയ ലൈറ്റ് ചൂടൊക്കെ അടിക്കുന്നില്ല. കിടക്കണ സാധനം ഫൈനലി ഇന്നത്തെ ദിവസം അത് സെക്കൻഡ് ഡേ. ഇന്ന് വലിയ കറക്കമൊന്നും ഉണ്ടാവാൻ വഴിയില്ല, ചാൻസ് കുറവാണ്. വൈകിട്ട് ഇപ്പൊ സമയം 2:30 മണി. ഭക്ഷണം കഴിച്ചിട്ടുള്ള ഇന്നലെയും ഭക്ഷണം കഴിച്ചതായിരുന്നു. നടത്തണം. ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, കുത്തബ്മിനാറിലേക്ക് കയറാനായിട്ട് പാസ് ഉണ്ട്. എൻട്രി ഫീ ആയിട്ട് ഇന്ത്യൻസിന് കൊടുക്കേണ്ടത് 30 രൂപയും ഫോറിനേഴ്സിന് കൊടുക്കേണ്ടത് 500 രൂപയാണ്. കുത്തബ്മിനാറിന്റെ ചരിത്രത്തിലേക്ക് പോകുന്ന എത്തി നോക്കാം. ഇഷ്ടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാറാണ് കുത്തബ്മിനാർ. കൂടാതെ വാസ്തുശില്പകലയ്ക്കും ഉത്തമ ഉദാഹരണമാണ് ഈ ഗോപുരം. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളിലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലെ സ്വന്തം കുത്തബ്മിനാർ. ആകെ മൊത്തം ഏകദേശം ഹൈറ്റ് 72.5 മീറ്റർ, അതായത് ഏകദേശം 238 അടി ഉയരമുണ്ട് നമ്മുടെ കുത്തബ്മിനാറിന്. അത് കയറാനായിട്ട് 399 പടികളും നിർമ്മിച്ചിട്ടുണ്ട്. ആകെ മൊത്തം 5 നിലകളാണ് ഉള്ളത്. അതായത് 5 നിലയുണ്ടെന്ന് പറഞ്ഞാൽ 5 നിലയിൽ ഏറ്റവും മുകളിൽ 2 നിലകൾ ഒഴികെ മറ്റും ബാക്കി 3 നിലകളും ചുവന്ന മണൽക്കല്ലിന്റെ കട്ടർ കൊണ്ടാണ് നിർമ്മിച്ചത്. മുകളിലത്തെ 2 നില വെണ്ണക്കല്ല് കൊണ്ട് നിർമ്മിച്ചു. ഇനി ഇത് ആര് പണി കഴിപ്പിച്ചു, എങ്ങനെ പണി കഴിപ്പിച്ചു, എപ്പോൾ പണി കഴിച്ചു പറയാം. അതായത് 1199 ദില്ലിയിലെ സുൽത്താനായിരുന്ന കുത്തബ്ദീൻ ഐബക്ക് ആയിരുന്നു ഈ മിനാറിന്റെ ആദ്യ നില പണിയിപ്പിച്ചത്. നമുക്ക് ആദ്യ നില പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റുന്നത് അവിടെ ഏകദേശം ചുവരിൽ അറബ് വാചകങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ശേഷം സുൽത്താൻ ഇൽതുംബിഷ് 1229 മറ്റു 4 നിലകളുടെ പണി പൂർത്തീകരിച്ചു. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും, അന്ന കാലത്തിൽ നമ്മൾ ഇഷ്ടികയിൽ ഇത്ര ഹൈറ്റിൽ 72 മീറ്റർ ഹൈറ്റിൽ പൊക്കിപ്പണത് സാധനം ഉണ്ടാക്കി എന്നുള്ളത് ചിന്തിക്കാൻ പറ്റുമോ? പിൽക്കാലത്ത് ചരിത്രം പഠിച്ചപ്പോൾ മനസ്സിലായി, അഫ്ഗാനിസ്ഥാനില് ഗോറി സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ പലയിടത്തും ഇത്തരത്തിലെ ഗോപുരങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. സോ ആ സെയിം ആശയമാണ് ഇവിടെയും ഉൾക്കൊണ്ടിട്ടുള്ളത്. പണി കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മെയിൻ്റനൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാലോ. ഇത് കണ്ട ഇടിമിന്നലും ഭൂകമ്പവും കൊണ്ട് മിനാറിന്റെ പല ഭാഗത്തും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. ഇവർ നന്നാക്കാൻ പറ്റില്ല, നന്നാക്കിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ രേഖകൾ ഇവർ ഇന്ന് സൂക്ഷിക്കുന്നുണ്ട്. അതായത് 1326 മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ കുത്തബ്മിനാറിന് ഇടിമിന്നലേൽക്കി കേടുപാടുകൾ തീർത്ത് നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർന്നില്ല, 1368 ഇത് സംഭവിച്ചിട്ടുണ്ട്. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണുള്ളൂ. മിനാറിന്റെ മുകളിൽ കാണുന്ന മാർബിളുകൾക്ക് അന്ന് ആ സമയത്ത് വിരിച്ചതെന്ന് രേഖകളിലുണ്ട്. കുത്തബ്മിനാർ വട്ടത്തിലും നീളത്തിലും ഒന്നല്ല പണിതാണ്. എങ്ങനെ പണിതയാണെന്ന് കാണിച്ചുതരാം. ഇസ്ലാമിക വാസ്തു മേഖലയിലെ 8 മട്ടക്കോണുകളും 8 ചാപങ്ങളും ചേർന്നാണ് മിനാറിന്റെ അസ്ഥിവാര രൂപരേഖ തയ്യാറാക്കിയത്. ഈ കാണുന്ന ചാപവും മറ്റത് മട്ടക്കോണുമാണ്. സോ ഇങ്ങനെ ഇതിന്റെ എണ്ണ ഏകദേശം 12 എണ്ണം ഉണ്ട്. ചുറ്റും എണ്ണുമ്പോൾ 12 എണ്ണം കാണാൻ പറ്റി. ഗൂഗിളിൽ നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, മലേഷ്യയിലെ പെൻഡോസ് ഗോപുരങ്ങളും മറ്റും ഈ വസ്തുകലയാണ് പിന്തുടരുന്നത്. ആളുകൾ ഇവിടെ നിന്ന് തിരക്കാട്ടാ, ഒരു ഫോട്ടോ എടുക്കാനായിട്ട് പറ്റില്ല നമുക്ക്, അതുപോലെ തിരക്കാണ്. എന്താ അതിന്റെ ഭംഗി നോക്കി. ഇതിന്റെ അയ്യര് കളി കേട്ടോ, ഒരു രക്ഷയില്ല. ഇന്നും മണ്ടയാണ്, എന്നിട്ടും ഭയങ്കര തിരക്കാണ്. ഇത്രയും ആൾക്കാർ ഇത് എവിടെ നിന്ന് വരണമെന്ന് അറിയാൻ പാടില്ല. ഇതിന്റെ കണ്ടോ കുറെ പാർട്സ് പണി തീരാത്ത കുറെ ഏരിയകളും പിന്നെ അതിന്റെ മെയിൻ എൻട്രി ആയിട്ടുള്ള ഏരിയ, അതുപോലത്തെ ഒരു എൻട്രി ഇവിടെ ഉണ്ടായിരുന്നു, അത് പൊളിഞ്ഞു പോയേക്കാണ്. അങ്ങനത്തെ കുറെ ഏരിയകളുണ്ട് ഇവിടെ. എല്ലാം ഇന്ത്യയുടെ ചരിത്രമാണ്. ഇന്ത്യയുടെ ചരിത്രം ഒരുപാട് ഭയങ്കര വലുതാണ്, ഭയങ്കര വലുത്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു ദിവസത്തെ കാഴ്ചകളാണ്, ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും കാഴ്ചകളാണെങ്കിൽ ഒരു 100 ദിവസം ഇന്ത്യയിൽ നിന്ന് കാഴ്ചകൾ മാത്രം കണ്ടു കഴിഞ്ഞാൽ
എന്തും വേണ്ടി കാഴ്ചകളായിരിക്കും ആലോചിക്കുക. ഒരു രക്ഷയില്ലാത്ത സംഭവം. കുറേ സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ ഇരിക്കാനൊക്കെ ഉണ്ട്. ഒത്തിരി സ്പേസ് അവിടെ ആ ഏരിയയിലൊക്കെ ഉണ്ട്. കുറേ ലാൻഡ്സ്കേപ്പിംഗ് കുറേ ചെയ്തിട്ടുണ്ട്. കുറേ കൽപ്രതിമകളും കൽപ്പടവുകളും അല്ല പടവല്ലല്ല കൽത്തൂണുകൾ അതും കുത്തബ് മിനാറും പിന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ. ഇന്ത്യയിൽ പഴയ രാജഭരണവും പഴയ ആൾക്കാരൊക്കെ ഇതുപോലെ ഭരിച്ചു കാരണം കുറേ മോണിമെന്റ്സ് കുറേ മോണിമെന്റലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അത് ഒരു കണക്കിന് നല്ലതാണ്. കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ച് ഇതൊക്കെ ഉള്ളു ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ. പുതിയതായിട്ടൊന്നും ഇല്ല അല്ലേ? ശരിക്കും പറഞ്ഞാൽ പുതിയതായിട്ടൊന്നും ഇല്ല. പഴയ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഇന്ത്യയിലുള്ളൂ. അത് നല്ലവരും ഉണ്ടാക്കി തന്നെന്നുള്ളൂ. ചിന്തിക്കാൻ പറ്റുമോ ഈ ഫ്രെയിം കുത്തബ് മിനാറിന്റെ ബാക്കിൽ? നമുക്കുണ്ടൊരു ബുർജ് ഖലീഫ കേരളത്തിലെ. എന്താ ഭംഗി അല്ലേ? മിനാറിന് ചുറ്റും പണിയേൽപ്പിച്ചാണ് എല്ലാം ഇതേ ഭംഗി നിലനിർത്തുന്ന കാര്യങ്ങളാട്ടോ. ആക്ച്വലി നമുക്ക് ഈ മിനാറിന് ശരിക്കും അകത്തേക്ക് കയറാനുള്ള വാതിലുണ്ടായിരുന്നു. 1980 ഇവിടെ ഒരു 45 പേര് മരിക്കുകയുണ്ടായി. കാരണം എന്താ വെച്ചാൽ വെളിച്ചക്കുറവ് മൂലം ഏകദേശം 45 പേര് തിക്കും തിരക്കിലും പെട്ട് മരിച്ചു. അതിനുശേഷം ഇതിനകത്തിട്ട് ആരെയും കയറ്റിയിട്ടില്ല കേട്ടോ. അന്ന് നിരോധിച്ചതാ. എന്താ ഇതിൻ്റെ ഒരു ഭംഗി നോക്കണേ. ഏത് ആംഗിളിൽ നോക്കിയാലും ഒരേപോലെ ഭംഗിയാണ്. എന്താ ഫ്രെയിമും വിഷ്വൽ ബ്യൂട്ടി അങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ. അങ്ങനെ കുത്തബ് മിനാറിനോട് വിട പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വല്ലതും കഴിക്കണം, ഭക്ഷണം കഴിക്കണം. അമ്മ രണ്ടൊരു സമ്മതിക്കണല്ലോ. വിശപ്പ് കാരണം പട്ടറി കിടന്ന് ശീലിച്ചല്ലോ. അതാണ് പട്ടറി കിടന്ന് ശീലിച്ചല്ലോ. അപ്പൊ ഇതിനും കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ബാക്കി വിശേഷങ്ങളപ്പോ അങ്ങനെ പറയാം. ആവശ്യമുള്ള മേടിച്ച് വെച്ചോളാൻ പറഞ്ഞു. ചെക്കന്മാരുടെ വിശപ്പ് മാറട്ടെ. മസാല ദോശ, നൂഡിൽസ്, രണ്ടും ഒരേ ഐറ്റം. കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ അവർ അടുക്കളയിൽ നിന്ന് പരിശോധിച്ചിട്ടോ. കുത്തബ് മിനാറിന് ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആട്ടോ. പക്ഷെ അവിടെ ഉണ്ടല്ലോ ആ സൈഡിൽ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാം. QR കോഡ് സ്കാൻ ചെയ്തിട്ട്. അതാണ് ഏറ്റവും ബെറ്റർ. ഭക്ഷണം കഴിച്ച് വെറുപ്പിച്ചുള്ളൂ. ഭക്ഷണത്തിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു മുടി കിട്ടി. ഞാൻ ഒരു ഇത്തിരി കഴിച്ചുള്ളൂ. 2 സ്പൂൺ കഴിക്കുള്ളൂ. കഴിച്ചാൽ അവിടെ നിർത്തി കരടി നിർത്തി കഴിക്കാനുള്ളതിന് മൊത്തത്തിൽ വെറുപ്പായി. ഒരു മൂട് പോയി. പക്ഷെ അത് മൂടിയല്ല. ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ആരെയും കുറ്റം പറഞ്ഞതല്ല. അത് കളഞ്ഞ് കഴിച്ചാൽ പട്ടിക്ക് കൊടുക്കും. തിരക്കുണ്ടോ നിങ്ങള്? എന്താ തിരക്ക് നോക്കി. തിരക്കുണ്ടോ? ഒരു രക്ഷയില്ല. എന്താ ജനം. ചിന്തിക്കാൻ പറ്റുമോ എന്താ ജനം. അവൻ ചെറുക്കൻ ചാർജർ റൂമിൽ വെച്ച് മറന്നുപോയി. റൂമിൽ പോയി ചാർജർ എടുക്കാം. സമയം 4 ആയി. ടാസ്ക്കാണ്. അത് കൂടാതെ ഡൽഹിയിൽ ഇപ്പൊ ഇലക്ഷൻ വരാൻ പോകട്ടോ. അത് ഫെബ്രുവരി 5-ാം തീയതി ഇലക്ഷനാണ്. 8-ാം തീയതി റിസൾട്ടും. ഇവിടുത്തെ വിധി മാറ്റി എഴുതുമോ അതെയോ ഇനി കെജ്രിവാൾ തുടരുമോ? അതിൻ്റെയൊക്കെ ഒരു തിരക്കും അതിൻ്റെയൊക്കെ ഒരു ഇതും ഉണ്ട് ഇവിടെ ഡൽഹിയിൽ. പിന്നെ ഊബർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടാക്സിക്കാർ തോന്നിയ റേറ്റ് പറയും. നമ്മൾ ഊബർ അല്ലെങ്കിൽ ഓല ഇത് മാത്രമേ വിളിക്കാവൂ. ഭയങ്കര റേറ്റ് പറയും. 400 രൂപ 500 രൂപ 600 രൂപ വാഴ തോന്നുന്ന പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ അത്രയും ബാർഗെയിൻ ചെയ്ത് കുറച്ച് എടുക്കാം. പക്ഷെ ഊബറിലൊക്കെ ആണെങ്കിൽ വെറും 80 രൂപ 85 രൂപ ആ റേറ്റൊക്കെ ഉള്ളൂ. മറ്റൊരു 400 രൂപയൊക്കെ പറയണം. അപ്പം ഊബർ കാര്യങ്ങളൊക്കെ നോക്കണേക്കും ബെറ്റർ ഇവിടെ വന്നവർക്ക്. എന്തോ ട്രൂ അല്ല അത് പോലീസ് പോന്ന് ഇത്രയും നേരം ഉണ്ടായില്ല കേട്ടോ. ഇവിടെ എല്ലാ ബ്ലോക്കും കഴിഞ്ഞപ്പോൾ പുള്ളി വന്നു. ഇത്രയും നേരം ഉണ്ടായില്ല. മുട്ടം മിഷീനാണ്. ഈ ഒരു സീൻ കണ്ടപ്പോൾ ഏകദേശം ഒരു 25 വർഷം പുറകോട്ട് കേട്ടോ. നമ്മുടെ ഡൽഹി എയർപോർട്ടിനെ എക്സ്പ്ലോർ ചെയ്താലാ ഇതുവരെ പിടിക്കാത്ത സ്ഥലം. ബാക്കി എല്ലാവരും പോണ പോലെ തിരക്കുള്ളടത്തുണ്ട്. ഡൽഹി എയർപോർട്ടിൽ നിന്ന് കാണാം. വൈകുന്നേരമായി. സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. അടുത്ത സ്ഥലം വേറെ ഒന്നുമല്ല, എയർപോർട്ടാണ്. ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ട്. അവിടേക്ക് പോയത് ഊബർ വഴിയാണ്. ഈ യാത്രയിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാ. ഹാപ്പി ജേർണി. ഓക്കെ താങ്ക് യു. ബൈ ബൈ. എന്റെ പ്രാന്തൻ ഇതാണ് ഡൽഹി എയർപോർട്ട് T2.
എയർപോർട്ടിലെത്തിട്ടാ. എയർപോർട്ടിൽ 2345 2026 കൊച്ചിക്ക് ഒരു ഫ്ലൈറ്റിന് കയറി പോയതാണ്. ഞാൻ ഈ സപ്പോർട്ട് പറഞ്ഞാലേ 3500 കിലോ 51 പേഴ്സണുള്ള ചിമിട്ടൻ ലിഫ്റ്റ്. ഈ ലിഫ്റ്റിന്റെ സൈസ് കണ്ടോ? ഇപ്പൊ വീണ അങ്ങനെ എയർപോർട്ടിലെ കാഴ്ചകൾ. നമ്മളിപ്പോ T2ന്റെ താഴെ നിൽക്കണത്. അവിടെ നിന്ന് അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ T3ലേക്ക് പോകാം. അവിടെ ഈ സൈഡിൽ നിന്ന് നമുക്ക് ബഗ്ഗി കിട്ടും. ബഗ്ഗിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഒരു 6-7 മിനിറ്റ് നടക്കാനുണ്ട്. അല്ലെങ്കിൽ ബഗ്ഗിയിൽ നിന്നാൽ ബഗ്ഗിയിൽ പോകാം. T2ന്റെ അറൈവലിലാണ് നിൽക്കണത്. മേളിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിപ്പാർച്ചറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഫ്ലൈ ചെയ്ത് പോകാം. അറൈവൽ ഇവിടെ ഇറങ്ങി വന്നവർക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നേരെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിക്കപ്പ് വണ്ടി വരും. മെട്രോ ഉണ്ട്, അതുപോലെ ഫീഡർ ബസ്സുകളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിപ്പാർച്ചറിലേക്ക് എത്തി. ടെർമിനൽ 3യുടെ അപ്സ്റ്റെയറിലെത്തി. നമ്മുടെ കൊച്ചിൻ സിയാലിനെ കൊള്ള പോലെ തന്നെ ഒരു തോന്നൽ തോന്നിയിട്ട് അങ്ങനെ ജീവിതത്തിലെ ഫസ്റ്റ് ഫ്ലൈറ്റ് എടുക്കുവാണ്. ഡൽഹി ടു കൊച്ചി 8:20 നമ്മളാ പറഞ്ഞ ഫ്ലൈറ്റിലെ അത് പിടിച്ചു. ഒന്നും നോക്കിയില്ല. ഫസ്റ്റ് ജീവിതത്തിൽ ആദ്യമായിട്ട് അത് ഒറ്റയ്ക്ക്. അപ്പോൾ നമ്മളിത് എങ്ങനെ ഇത്ര നേരം ചെയ്ത പ്രോസസ്സ് എങ്ങനെ ചെയ്തെന്ന് പറയാം. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ്. അപ്പോൾ അറിയാത്ത പലർക്കുമായിട്ട് വേണ്ടി പറഞ്ഞാണ്. ഇവിടെ ഡൽഹി എയർപോർട്ടിൽ 4 ഗേറ്റ് ഉണ്ട്. 4 ഗേറ്റിൽ ഏറ്റവും തിരക്ക് കുറവുള്ളൊരു ഗേറ്റ് നോക്കി അകത്ത് കയറി കഴിഞ്ഞിട്ട് നമ്മുടെ ബോർഡിംഗ് പാസ് നമുക്ക് ഓൺലൈൻ എടുക്കാൻ പറ്റും. ബോർഡിംഗ് പാസ് ഓൺലൈൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓൺലൈനിൻ്റെ QR കോഡ് ഉണ്ട്. ആ QR കോഡ് കാണിച്ച് ഇനിഷ്യലി നമ്മുടെ ടിക്കറ്റ് കാണിച്ച് അകത്ത് കയറി ടിക്കറ്റും ID കാർഡും കാണിച്ച് ബേസ് ഉള്ള ചെക്കിങ്ങിന് അകത്ത് കയറി. അതിനുശേഷം പിന്നെ അകത്തുള്ള ഫസ്റ്റ് റൗണ്ട് ചെക്കിങ്ങിൽ QR കോഡ് കാണിച്ച് ബോർഡിംഗ് പാസ് QR കാർഡ് കാണിച്ച് വീണ്ടും അകത്ത് കയറി. പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇലക്ട്രോണിക്സ് ഐറ്റംസും പേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സെപ്പറേറ്റ് ചെയ്ത്, ഡ്രസ്സ് കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ചെയ്ത്, ലാപ്പ് അങ്ങനെയുള്ളതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് അത് ഒരു ട്രെയിലാക്കി തിരിച്ച് അതിൻ്റെ ഇൻസ്പെക്ഷൻ കഴിയുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ബോർഡിൽ ഏത് ഫ്ലൈറ്റ് എങ്ങനെയുള്ളതാണ്, ഏത് ഗേറ്റിലേക്കുള്ളതാണെന്നുണ്ടാവും. ആ ഗേറ്റ് നമ്മൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് ആണെങ്കിൽ 34 എന്നുള്ള ഗേറ്റിലായിരുന്നു. സോ ഞാനിപ്പോൾ 34 എന്നുള്ള ഗേറ്റിൻ്റെ എൻട്രിയിൽ വന്നിരിക്കുകയാണ്. എക്സിറ്റിൽ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ എൻ്റെ ടൈം വന്നു കഴിയുമ്പോൾ 8:20 സമയം കഴിയുമ്പോൾ ഫ്ലൈറ്റ് വരും. ഫ്ലൈറ്റ് വന്നു കഴിയുമ്പോൾ അതിനകത്ത് കയറിയിരിക്കുക. ഞാൻ ഇവിടെ താഴത്ത് ഇപ്പം നിർത്തിയിട്ടാണ്. ഇപ്പോൾ സമയം 6:44. ഇപ്പം നിർത്തിയിട്ടുള്ള ഫ്ലൈറ്റും കാണിച്ചു തരാം, അതിൽ പോകാനുള്ള ആൾക്കാരും കാണിച്ചു തരാം. ഇതാണ് 34ൻ്റെ എൻട്രി. അവിടെ നിന്നാണ് നമുക്ക് അങ്ങോട്ട് ഫ്ലൈറ്റ് കയറി പോകുന്നത്. So it's time to fly guys. First fly. ബോർഡിംഗ് വിളിച്ചു കയറുക. സോ ഫൈനൽ ചെക്കിങ് കഴിഞ്ഞു, ഫൈനൽ ബോർഡിങ് കഴിഞ്ഞു. നമ്മൾ ഫ്ലൈ ചെയ്യണം ഫ്രം ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ ടു കൊച്ചി. ഫസ്റ്റ് ഫ്ലൈ. അതായത് ഒന്നുമില്ലടേ, ഡൽഹിയിലെ ടെർമിനൽ 2 നിന്ന് കൊച്ചിയിലെ ടെർമിനൽ 1ലേക്ക്. നമ്മളതിലേക്ക് നടന്നിറങ്ങി. ഈ ബസ് ഡൽഹി കയറി പോകണം. 2345 കൊച്ചിയിലേക്കുള്ള ഇന്ത്യയുടെ ഡൽഹി കയറി പോകണം. സോ നമ്മളിത് ഫ്ലൈറ്റിലേക്ക് എൻ്റർ ചെയ്യണം. ആഹാ, സോ ഫൈനലി നമ്മൾ ഫ്ലൈറ്റിലെത്തി. സോ വി ആർ ഗോയിങ്
flight to Kochi. And ഇതിൻ്റെ നമ്പർ 6C2345. It's a fancy number too. Let's roll. हमारे देश के साथ जोड़ सकते हैं। प्रस्तुत है आपके इंडिया वाइट डिवोट मास्क आपकी कुर्सी के ऊपर लगे पैनल से अपने आप नीचे आ जाएंगे। आप अपनी कुर्सी पर बैठे रहें और ऑक्सीजन का प्रवाह शुरू करने के लिए ऐसे अपनी गोदी और नाक और मुंह ढककर सांस लेते रहें। दूसरों की सहायता करने से ഫ്ലൈറ്റ് കയറുന്ന എല്ലാവരും എടുത്തു വെക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ടേക്ക് ഓഫിൻ്റെ വീഡിയോയും ലാൻഡിങ്ങിൻ്റെ വീഡിയോയും. ഞാനും വിട്ടില്ല, ഞാനും എടുത്തു വരണം. ശരിയായൊന്നുമില്ല, എന്നിരുന്നാലും ഡൽഹിയിൽ നിന്ന് ടേക്ക് ഓഫും കൊച്ചിയിൽ ലാൻഡിങ്ങും അത് രണ്ടും ഞാനും പകർത്തി വെച്ചു. പോകുമ്പോൾ ഓരോ മെമ്മറീസ് ആയിരുന്നു തലവഴി മൊത്തം. 2 ദിവസം ഉള്ളുവെങ്കിലും 20 ദിവസത്തെ ഓർമ്മകളാണ് ഡൽഹി നമുക്ക് സമ്മാനിച്ചത്. ഏതോ ഒരു വ്ളോഗർ പറഞ്ഞ മാതിരി കുറേ മുഷിഞ്ഞ തുണിയും പൈസ എല്ലാം തീർന്ന് കാലി പേഴ്സുമായിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് ലാൻഡ് ചെയ്യണം. കാത്തുള്ള ഇരിപ്പാണ്. വിത്ത് ഫുഡുള്ള ടിക്കറ്റാണ് നമ്മൾ എടുത്തത്. ഫ്രൂട്ട് കേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല പണ്ടത്തെ വണ്ടർ കേക്ക് നമ്മൾ പറ്റിക്കുന്നു. എന്നിരുന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ ഒരു സന്തോഷവും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിക്കണ്ണൻ മംഗൾഡാം പറഞ്ഞ മാതിരി നനച്ച വണ്ടി കിട്ടിയില്ലെങ്കിലും കിട്ടിയ വണ്ടിയിൽ കയറി ഞാൻ കൊച്ചിക്ക് ഇറങ്ങി. അടുത്ത യാത്രയ്ക്കുള്ള എൻ്റെ മനസ്സിലെ ഒരുക്കങ്ങൾ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. എൻ്റെ മൊബൈലിൽ നോട്ട് പാഡുകളിലും ഇൻസ്റ്റാഗ്രാമിൻ്റെ സേവിങ് സ്റ്റോറീസും അടുത്ത യാത്രയ്ക്കായി വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. So finally landed in Kochi at time 11:42 and back to home. അപ്പോൾ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്, ക്ലോസ് ചെയ്യണം. അപ്പോൾ വൈൻഡപ്പിന് ഒരാളെ പരിചയപ്പെടുത്താനുണ്ട്. മാം, Hi, hello. I'm Professor Padma Yadav from Department of Elementary Education in CERT, New Delhi. And I met Nikhil, so I'm very happy and proud to meet him. We traveled together. For 3 hours. For 3 hours we were together. And we have lots of chats. We talked a lot, we discussed a lot. Yeah. I like to speak to young people who are doing something new, creative. So Nikhil is one of them. He works hard, he prepares video, and I was excited to learn from him. So thank you, Nikhil, and see you soon. See you soon. Next Whenever time. you reach Kochi. Yes. Okay. 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 Bye. ഓക്കെ, ഞാൻ ഡൽഹിയിൽ വെച്ച് ആളെ ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ടാണ്. ആള് NCERT-യിലെ ചീഫ് ലെക്ചററാണ്. അപ്പോൾ സോ നാളെ മാഡം ലക്ഷദ്വീപിലേക്ക് പോകണം. കുറച്ച് സംസാരിച്ചു. വിശേഷങ്ങളെല്ലാം വഴിയിൽ പറയാം. ഞാൻ ചെക്കൗട്ട് ചെയ്യട്ടെ. അപ്പോൾ ഓക്കെ, ഇതിവിടെ ക്ലോസ് ചെയ്യണം, വൈൻഡപ്പ് ചെയ്യണം. ബൈ.